ഹലോ, അപ്പോൾ നമ്മുടെ അമ്മയും മക്കളും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ പൂജയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആരും മീൻ വീട്ടിൽ ഞാൻ കഴിക്കില്ല കേട്ടോ. പിള്ളേർ കഴിക്കുന്നുണ്ട്, സുഖേട്ടൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ സുഖേട്ടന് മീൻ നിർബന്ധമാണ്. കുറച്ച് മീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞു വന്നതാണ്. എന്ത് മീൻ എങ്കിലും നോക്കാം നമുക്ക്. സുഖേട്ടന് മീനില്ലാണ്ട് പറ്റില്ല. പിന്നെ എന്തോ ഒരു വലിയൊരു മീൻ മൂപ്പർക്ക് ഇഷ്ടമാണ്. എന്ത് മീൻ? കേദ്രം അല്ലേ? കേദ്രം വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പോൾ സുഖമായിട്ട് നമ്മുടെ ഡെയിലി വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്ന സുഖമായിട്ട് വിളിച്ചാൽ മൂപ്പര് പറയും, ഞാൻ കേട്ടു നിങ്ങൾ വിളിച്ചത് പറഞ്ഞത് സുഖമായിട്ടിനെ വിളിച്ചത്, അപ്പോൾ ഞാനോട് വെയിറ്റ് ചെയ്യാന്ന് പറയും കേട്ടോ. കുറേ വർഷമായില്ലേ മൂപ്പരോട് തന്നെ ഞങ്ങൾ മീൻ വാങ്ങിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും മാത്രം ടൗണിൽ നിന്നും അല്ലെങ്കിൽ കടപ്പുറത്ത് സുഖമായിട്ട് അധികം വരുമ്പോഴൊക്കെ അങ്ങനെ നല്ല മീൻ കിട്ടി അവിടെ നിന്ന് വാങ്ങിക്കലുണ്ട്. മീൻ ഞാൻ തന്നെ കട്ട് ചെയ്ത് തന്നിട്ട് പോകാട്ടോ എന്ന് പറഞ്ഞു. മീൻ കട്ട് ചെയ്യണം കേട്ടോ. ഷോപ്പിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വനത്ത് മീൻ കഴിക്കാത്തതല്ലേ, നീന് മുറിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ തന്നെ മുറിച്ചോളാം. അയ്യോ, ഇത്രയും തല കളയില്ലേ? കുറച്ച് നീളത്തിലെടുത്ത പൊരിച്ച് നന്നായിട്ട് കിട്ടും, നല്ല നീളത്തിൽ കിട്ടും. അപ്പം അതിനടി ഇതാ ഇപ്പം വന്ന് നിന്നു കുഞ്ഞ്, അവനും ഇഷ്ടം. അപ്പോൾ കുറേ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജുകളൊക്കെ കണ്ടു, വായിച്ചു. അതൊക്കെ വളരെ സന്തോഷം തോന്നി. പിന്നെ ഈ ആക്കരമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം പറഞ്ഞു, അത് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ സന്തോഷം. ഞങ്ങൾ വായിച്ചപ്പോൾ അല്ല വീഡിയോ കണ്ടപ്പോൾ സന്തോഷമായിട്ടെന്നൊക്കെ അതുപോലെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോദിക്കുന്നത് സുധാട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതിൽ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, ഒരു ആങ്ങളയുണ്ട്, ഞാനും. പിന്നെ നേരത്തെ തന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏട്ടൻ കുറച്ച് 2-3 വർഷം എൻ്റെ ഏട്ടൻ മരിച്ചിട്ട്. പിന്നെ എൻ്റെ ചേച്ചി, ഏറ്റവും മൂത്ത ചേച്ചി, അത് അവർ കുറേ ആയിട്ടോ, അവർ ചെറുതിൽ കുഞ്ഞിൽ തന്നെ മരിച്ചതാണ്. അങ്ങനെ ഞാനാണ് 5ാമത്, എനിക്ക് ഞങ്ങൾ 6 ആളാണ്. അപ്പോൾ പിന്നെ സുധാട്ടൻ്റെ വീട്ടിലുള്ളത് ഇവർ 3 ആണുങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഏട്ടൻ സുധാട്ടൻ്റെ അനിയൻ മാത്രമേ ഉള്ളത്. തറവാട്ടിൽ ആരുമില്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി താമസിക്കുന്നു. പിന്നെ അവർ കുട്ടി മക്കളൊക്കെ ആയിട്ട് അവരും നല്ല ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ കോഴിക്കോടും ആയില്ലേ. പിന്നെ കോഴിക്കോട് വരാൻ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനും പല നമുക്ക് ഓരോ സാഹചര്യങ്ങളാണല്ലോ. ഇപ്പോൾ കുറേ ആൾക്ക് ദുബായിൽ പോകുന്നുണ്ട്, കുറേ ആൾക്ക് ബാംഗ്ലൂർ പോകുന്നുണ്ട്, കുറേ അങ്ങനെയൊക്കെ ഓരോ ഇതിലാകുമ്പോൾ അതങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികൾ പഠിച്ചത് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. പിന്നെ ഡിഗ്രിയും PG ഒക്കെ മോൾ ഇവിടെയാണ്, മോൻ ഇവിടെയാണ് ഡിഗ്രിയും +2 ഒക്കെ എടുത്തത്. പിന്നെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു, പാലക്കാട് PMGയിലും മോയിൻസിലൊക്കെയാണ് മോള് പഠിച്ചത്. പിന്നെ അതൊക്കെയാണ് നാട്ടിലെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി എല്ലാം കൊടുത്ത് ഒറ്റ വെക്കല്ലേ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. മുളകും മല്ലി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പിന്നെന്താ തക്കാളി. അപ്പൊ ഇതൊക്കെയാണ് സ്വരം, ഇതൊക്കെ കറിയാക്കാനാ പറയണത്. അപ്പൊ നമ്മുടെ ഇഡ്ഡലി പാത്രം ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. നമ്മുടെ പാത്രക്കാര് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഉപയോഗിച്ചത് അലൂമിനിയത്തിൻ്റെ ഒക്കെയാണ് പാത്രം കേട്ടോ. അത് ഞാനിപ്പോൾ കുറേ ആയി അലൂമിനിയം ഒഴിവാക്കിയിട്ട്. ഇതിപ്പോൾ മൂപ്പരായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നതാ. നല്ല വെയിറ്റ് ഉണ്ട്. ചട്ട് ഇതിൽ പിന്നെ നമുക്ക് അറിയാലോ എന്തെങ്കിലും എന്താ ഇതിന് വിലടിയോ മറ്റെന്താ പറയുക കുഴക്കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. പിന്നെ പറയാം നൂലപ്പമൊക്കെ ചുറ്റി വെക്കാമോ. അപ്പോൾ നല്ലൊരു തട്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയാണ് ഏറ്റവും ഞങ്ങൾ ഇങ്ങനത്തെ പാത്രം എടുക്കുമ്പോൾ നോക്കേണ്ടത് ഇവിടെയാണ് അല്ലേ. ഇവിടെ കനം കുറഞ്ഞിട്ട് എത്ര ഇവിടെയൊക്കെ വെയിറ്റിനായിട്ട് ഒരു കാര്യമില്ല. ഇത്തിരി എന്തെങ്കിലും വെള്ളം ഒന്ന് ഇതായി പോയി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ഓട്ടോ വരുന്നത്. അപ്പോൾ ഇത് തട്ടും കാര്യങ്ങളാണ്. നല്ലൊരു ഇഡ്ഡലി പാത്രം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഡ്ഡലി പാത്രം എനിക്ക് കിട്ടി. എത്ര വില? 850 രൂപയാണ്. വീട്ടിൽ കൊണ്ടുതന്നതാണ്. ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല വില. അപ്പോൾ നമ്മുടെ സാധാരണ വരുന്ന ഒരാളുണ്ട്, അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതാണ് കാണേണ്ടത്. ഇതാ ഇതെന്താ അറിയാം, പിച്ചിലയാ? അതിനകത്ത് പിച്ചള ഈയം പൂശിയത്. ഇതിപ്പോ ഇങ്ങനെ എന്താ അറിയോ, ഇതിപ്പോ കോഴിക്കോട് 3000 രൂപ കൊടുത്തിട്ട് മേടിച്ചാണ്ട് ഇതും എന്താ ഇങ്ങനത്തെ മേടിച്ച് നിങ്ങൾ ചോദിക്കും. ഇതല്ല കളറ്. ഇത് കൊണ്ടുവരുമ്പോ നല്ല റെഡ് കളറായിരുന്നു. അപ്പൊ നോക്കിയാൽ അവര് പറഞ്ഞത്ര ചിലപ്പോ ഒരു ചെറിയ കറുപ്പൊക്കെ വരുന്നത്. ഇതിലെങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റും? ഈ കളറും ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ ചെമ്പിൽ വെള്ളം കുടിക്കും. ചെമ്പിലല്ലേ വേണം പറഞ്ഞത്?
പിച്ചളയാ ചെമ്പ് ചെമ്പ്. ചെമ്പില് വെള്ളം ഒഴിച്ച് കുടിക്കാൻ വേണ്ടി ഇവരുടെ ആരോ പറഞ്ഞത്ര ചെമ്പ് പത്തില് വെള്ളം വെക്കാൻ വേണ്ടി. ഇത് എന്റെ മോൻ വാങ്ങിച്ചിരുന്ന സാധനം അത്. എന്നാലും എങ്ങനെ ചെയ്യരുത്. ഇത് എന്താ ഇതില് ഒരു വൃത്തികേടല്ലേ ഇത് ഓണത്തിന്റെ ആ ടൈമിൽ മേടിച്ചതാ. ഒരു കോലം നോക്കി വന്നിട്ട് ആയിരിക്കുന്നതാ അകമൊക്കെ. ഇത് കണ്ടു ശീല് പോലും പോയിട്ടില്ല. 2 ദിവസം ഉപയോഗിച്ചു. 3 നമുക്ക് ഇതിന്റെ കളർ ഇങ്ങനെ മാറി. പിന്നെ അടുത്ത് ചട്ടി ഈയൊക്കെ ഇതിലുണ്ട്. പക്ഷെ അത് പോയി. പിന്നെ ഇതിന്റെ കളർ നോക്കി ഇങ്ങനെ മാറും. ഇത് ഒരാഴ്ച കൂടെ ഇങ്ങനെയാവും ഒരു പാത്രം. കണ്ടില്ലേ ഫുള്ളി ഇതും കറുപ്പായി. ശരിക്കും നമ്മൾ പറ്റിക്കപ്പെട്ടതാണോ അത് അവർ പറ്റിച്ചതാണോ എന്ന് എനിക്ക് തോന്നുക. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞോ ഒരു കാര്യം ഡോക്ടർക്ക് പോയപ്പോൾ ഇങ്ങനെ പിറ്റേ പത്രത്തിൽ വെള്ളം ഒഴിച്ച് കുടിക്കാൻ മറന്നിട്ട് പറഞ്ഞപ്പോൾ ഇത് കാണിച്ചു കൊടുത്ത് ഇതിലായിട്ടിന് വെള്ളം കുടിച്ചു പോകരുത്. അവരും ഇങ്ങനെ മേടിച്ച് പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങൾ ഇറങ്ങുന്നതല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നല്ല നല്ല പിച്ചള പാത്രങ്ങളൊക്കെ അല്ലേ ഇറങ്ങുക, ചെമ്പ് പാത്രങ്ങളൊക്കെ. ഇത് നോക്ക്, ഇതിൽ ആരെങ്കിലും വെള്ളം കുടിക്കുമോ? 3000 രൂപ വെറുതെ പോയി. ഇതുപോലത്തെ ഒരു ഗ്ലാസും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എടുക്കാം. അതിന് കോലം പറയാൻ പറ്റില്ല, ശരിക്കും കറുപ്പ് കളറായി. ഇതാണ് കോലം വാങ്ങിച്ച പാത്രത്തിന്റെ. ഞാൻ പറയാം, ആരെങ്കിലും നിങ്ങൾ പാത്രം വാങ്ങിക്കാൻ പോകണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കണം കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വീട്ടിൽ വേണമെന്ന് ഒരുപാട് ആഗ്രഹത്തോടു കൂടി വാങ്ങിക്കല്ലേ. പക്ഷെ ഇങ്ങനെ പെട്ടുപോകണം നമ്മൾ അറിയുന്നില്ല. ഇതും ഭയങ്കര റെഡായിരുന്നു. മോനും സന്ധ്യ കൊണ്ട് പോയി വാങ്ങിച്ചത്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ റെഡ് കളറിലേ വരും. ശരിക്കും പറഞ്ഞാൽ റെഡ് ഇവിടെ കാക്കി തന്നതാ തോന്നുന്നു. ഒരു കുഴപ്പമില്ല, അതും പോയി. ഒരൊറ്റ കഴുകലിന് അതും പോയി. കഴുകുക എന്ന് പറഞ്ഞാൽ ചകിരിയൊക്കെ ഇട്ട് കഴുകിയിട്ട് ഉറച്ചിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് പറയാനുണ്ട്. ഇതൊന്നുമില്ല, വെറുതെ വെള്ളം തൊട്ട് കഴിക്കാനും പോകും. അതുപോലെ ഇതും പോയി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. എന്തായാലും പറയാതിരിക്കാം. ഞാൻ കുറെ വിചാരിക്കുന്നത് ഒരു കാണിക്കണം. കാരണം ആരെങ്കിലൊക്കെ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഇവിടെ നിങ്ങൾ പാത്രങ്ങൾ. ഇത് 3000 രൂപ വിലയാണ്. മീനൊക്കെ പൊരിക്കുമ്പോഴേ ഇതുപോലത്തെ കുറച്ച് മുളക് കിട്ടോ. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ നമ്മൾ ലേശം എന്തെങ്കിലും ഒരു പൊടി വിനാഗിരിയൊക്കെ നമ്മളല്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒരു പൊടി വിനാഗിരി ഒഴിക്കില്ലേ. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഇല്ലയെന്ന് വെച്ചാൽ ചെറിയ ഇത്തിരി പുളി എടുത്തിട്ട് ഇങ്ങനെ ലേശമായാലും എന്നാൽ ഇത്തിരി പുളിപ്പൊക്കെ ഉണ്ടെങ്കിലേ മീനൊരു ടേസ്റ്റ് ഉണ്ടാവും പൊരിക്കും പോലെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മീനൊക്കെ ഇട്ട് ചട്ടിയിലൊക്കെ മീനൊക്കെ പൊരിക്കാൻ എടുത്ത ശേഷം ഇത്തിരി പൊടി മുളക്, ഇങ്ങനത്തെ മുളക് അല്ലെങ്കിൽ ഇങ്ങനത്തെ മുളക് ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. ഇങ്ങനത്തെ അല്ലെങ്കിൽ നമ്മൾ അരക്കാൻ പിന്നെ പച്ചമുളകില്ലേ അതൊന്ന് നടുവായി മുറിച്ചിട്ട് ആ 2 കഷ്ണം അങ്ങനെയൊക്കെ ആക്കിയിട്ട് ആ മുളകിൽ കൂടെ മീനിൻ്റെ മസാലയിൽ കൂടെ ഇങ്ങനെ ഇതാ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പരണ്ടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് മീനിൽ കൂടെ പൊരിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മുളക്. പിന്നെ മീൻ വേണമെന്ന് തോന്നില്ല. കണ്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ എപ്പോൾ മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. ഇപ്പം പച്ചമുളകല്ല, ചെറിയൊരു മറ്റ് വലിയ മുളകല്ല, ചെറിയ മുളകാണ്. അതന്ന് സന്ധ്യൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇട്ടതാണ്. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഏത് മുളകാണ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ 2 വെള്ളയപ്പവും അങ്ങനെ 2 മീൻ പൊരിച്ചെടുത്തു കേട്ടോ. ഞാൻ പറയാന്ന് വെച്ചാൽ എന്തറിയോ, നമ്മൾക്ക് ഇപ്പോൾ അമ്മമാർക്ക് എത്ര സുഖമില്ലെങ്കിലും സുഖമില്ലാണ്ട് കിടക്കുകയാണെങ്കിലും മക്കൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖമില്ലാതൊന്നും കാണില്ലല്ലേ. നമ്മൾ പെട്ടെന്ന് എണിച്ച് വന്ന് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂല്ലേ. അങ്ങനെയല്ലേ നമ്മൾ അമ്മമാർ ഓരോരുത്തരും. ഇവരല്ലേ ഷൂട്ടിങ്ങിലാണ് കേട്ടോ മോള്. ഈ മോള് ഇപ്പം അഭിനയിക്കുന്ന വീഡിയോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കാണേണ്ടത്. അച്ഛനും അമ്മമാരും എല്ലാവരും ഒരുമിച്ച് കാണേണ്ട വീഡിയോ കേട്ടോ. കരഞ്ഞു പോകും. കരഞ്ഞില്ലെങ്കിൽ അത് മനുഷ്യത്വമില്ലാത്ത മക്കളാണെന്ന് പറയാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അതെ, എല്ലാ മക്കളും എല്ലാവരും ഒരുപോലെ കാണേണ്ട ഒരു വീഡിയോ. അതെ, വഴി പറഞ്ഞതാ, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പൊ അടുത്ത് പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം, എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.